ഇവിടെ ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നു. അതായത് ഞാനൊരു ഷൗക്കത്ത് വിരോധിയാണ്, അതുകൊണ്ടാണ് ഈ എതിർക്കപ്പെടുന്നത് എന്ന ചർച്ച ഇപ്പോഴും ഇവിടെ ലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം UDFിലെ ഒരു ചെറിയ വിഭാഗം ലീഡർഷിപ്പ് ഇവിടെ ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഫാഷൻ പരേഡ് ആരാണ് നടത്തുന്നതെന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ വിഭാഗം ഒഴികെ മറ്റാരും ആ ഒരു വാദഗതി ഉയർത്തുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നലെ ഇവിടെ KPCCയുടെ മറ്റൊരു സെക്രട്ടറി ഉണ്ട്, VA കരീം. ഷൗക്കത്തിനേക്കാളും എത്രയോ സീനിയറാണ് അദ്ദേഹം. നിരവധി തവണ ഇപ്പോഴും മുനിസിപ്പൽ കൗൺസിലില് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്. അദ്ദേഹം 2005 മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, 2015 ജയിച്ചിട്ടുണ്ട്, 2020 ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടത് 2010 മുനിസിപ്പൽ ഇലക്ഷനിലാണ്. അദ്ദേഹം ഇവിടെ ചന്തക്കുന്നുകാരനാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വോട്ട് മറിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് 2010 മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും ഈ പറയുന്ന VA കരീമും ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായും സീനിയോറിറ്റിയിൽ VA കരീം അന്നും KPCC സെക്രട്ടറി അദ്ദേഹം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ DCC വൈസ് പ്രസിഡന്റാണ്. എന്തായിരുന്നാലും അന്നത്തെ സീനിയോറിറ്റി പ്രകാരം ഈ പറയുന്ന VA കരീമായിരിക്കും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആകുക. ഈ 20 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് VA കരീം പരാജയപ്പെട്ടു. എവിടെ പരാജയപ്പെട്ടറിയോ നിങ്ങൾ? 300 തൊട്ട് 400 വോട്ട് കിട്ടുന്ന നിലമ്പൂർ അങ്ങാടിയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിൽക്കുന്ന വാർഡിൽ വോട്ട് വാരി തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ ആകുന്നത്. ഞാൻ ഈ കാര്യം എനിക്ക് ഓർമ്മയല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു വിളിച്ചിട്ട്, ഞങ്ങളെ കാക്കാന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചത് ഷൗക്കത്താണ്, നിങ്ങൾക്ക് അറിയാലോ. അതോടൊപ്പം കാലുവാരൽ ആരംഭിച്ചതിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് ഈ പറയുന്ന ഷൗക്കത്ത് VA കരീമിന്റെ കുടുംബങ്ങൾ ആര്യാടന്റെ വീട്ടിൽ പോയി വലിയ വിഷയങ്ങളുണ്ടായി, അന്ന് വാർത്തകൾ വന്നതാണ്. അപ്പൊ ആ കുടുംബം അവർ ചെറിയ കുടുംബമല്ല. VA കരീമിനെ അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല. ഈ മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ആ കുടുംബത്തിന്റെ വോട്ടില്ല പരിപൂർണമായിട്ടും. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന നിങ്ങൾക്കറിയാം. ഇന്നലെ സ്വരാജ് വീട്ടിൽ പോയിട്ട് പ്രകാശിന്റെ കുടുംബത്തെ കണ്ടുവന്നു. ആ കാര്യങ്ങൾ നിങ്ങൾ ആരെ ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പരമാവധി ആളുകളെ കാണാൻ തിരക്കുകയാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ വാചകത്തിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന VV പ്രകാശും കുടുംബവും മനുഷ്യർ പോലും അല്ല. ഇവിടെ KPCCയുടെ AICCയുടെ നേതാക്കന്മാർ മുഴുവൻ പോയി ആ കുടുംബത്തോട് കണ്ടു. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഈ നാട്ടിലുണ്ട്, ഒരു തർക്കമില്ല. എന്റെ കൂടെ പഠിച്ച, എന്റെ 1 ഇയർ സീനിയറായി പഠിച്ച KSUവിൽ ഒരുമിച്ച് പോരാടിയ വ്യക്തി കൂടിയാണ്. എനിക്ക് ആത്മബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ഇത്രയും പ്രചരണം ഇവിടെ നടക്കുമ്പോൾ ഒരു പോസ്റ്ററിൽ പോലും ഈ പറയുന്ന VV പ്രകാശിന്റെ ഒരു ചെറിയ ഷെയ്ഡി ഫോട്ടോ പോലും കൊടുക്കാൻ തയ്യാറ. എന്റെ പരാതിയല്ല കേട്ടോ, ഇതൊക്കെ മറുഭാഗത്ത് നിൽക്കുന്ന പ്രകാശിനെ സ്നേഹിക്കുന്ന ഇപ്പോഴും ജീവിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു വിഷയം, ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിയണം അല്ലെ? ഈ പ്രകാശം നമ്മളോടൊപ്പം ഇല്ല. ഏതൊരു അഹങ്കാരിക്കും ധിക്കാരിക്കും ഒരു മരണശേഷം ഒരു വ്യക്തി മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മനംമാറ്റം, ആ മനംമാറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ വോട്ട് പരിപൂർണമായും അദ്ദേഹത്തിന് തള്ളപ്പെടുകയാണ്. രണ്ടാമത്തെ കേസ്, ഒരു കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കുടിയേറ്റ കർഷകരുടെ ആവശ്യം പാടെ തിരസ്കരിച്ചതിന് പിന്നിൽ വേറെ സ്റ്റോറി ഉണ്ട്. മലപ്പുറം ജില്ലയിൽ 4 സീറ്റാണ് UDF കോൺഗ്രസിന് കൊടുക്കുന്നത്, 16 സീറ്റിൽ.
ആ 4 സീറ്റിൽ ആകെ ഒരൊറ്റ MLA ഉള്ളത്. ആ MLA ആരാ നിങ്ങൾക്ക് അറിയാലോ? വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാറാണ്. AP അനിൽകുമാറിനെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു MLA വരുന്നതിൽ ഒരു താല്പര്യമില്ല. നമ്പർ 1. നമ്പർ 2, AP അനിൽകുമാറിനെ എനിക്ക് സീറ്റ് നൽകിയിൽ കിട്ടിയില്ലെങ്കിൽ വണ്ടൂരിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും എന്ന തിട്ടൂരം ഷൗക്കത്തിന്റെ വകയുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടുത്തെ ഞാൻ ഈ പറയാത്ത പൊളിറ്റിക്സ് ആണ് ഈ പറയുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ അനിൽകുമാറിന്റെ കൂടി പ്രേരണയിലാണ് ഇവിടെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഈ മണ്ഡലത്തിൽ ഇനിയൊരു ജില്ലയിൽ ഒരു MLA ഉണ്ടാകാതിരിക്കാനുള്ള ആവശ്യക്കാരനായ AP അനിൽകുമാറിന്റെ വലിയൊരു വിഭാഗം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെതിരെ വോട്ട് പിടിക്കുന്നുണ്ട്. അവരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ തുറന്നു പറയാം. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, നമുക്കറിയാലോ, തങ്ങളുടെ വിഷയത്തിൽ ശിഹാബ് തങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റീലായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇവിടെ ജോയ് DCC പ്രസിഡന്റ് ആയതിനു ശേഷം UDF സംവിധാനത്തിൽ ഒരു കുഴപ്പമില്ലാതെ മലപ്പുറം ജില്ല പോകുന്നത്. ആര്യാടന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സംഘർഷഭരിതമായിരുന്നു. ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു സമാധാനമുണ്ടായി, ഒരു ഐക്യത്തിലേക്ക് UDF എത്തി. ഈ ജില്ലയിൽ നല്ല രീതിയിൽ UDFന്റെ പ്രവർത്തനം നടക്കുക. അതിലേക്ക് ഷൗക്കത്ത് ഇനി ഒരു MLA കൂടിയായി വരുമ്പം ഇതുവരെ അണഞ്ഞുപോയ തീയില് പെട്രോൾ ഒഴിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന ചർച്ച, അത് PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ ലീഗ് പ്രവർത്തകരുടെ സ്റ്റേറ്റ്മെന്റാണ്. ഇപ്പൊ ജോയ് ഇഷ്യൂവിൽ തന്നെ സ്വാഭാവികമായും UDFിൽ ഒരു തീരുമാനമുണ്ട് എന്നാണ് ഞാൻ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനം എന്തായിരുന്നു? ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ലീഗ് നിശ്ചയിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിശ്ചയിക്കും, ജോസഫ് സാറിന്റെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് ജോസഫ് തീരുമാനിക്കും. അതിൽ പരസ്പരം ഇടപെടാനോ പറ്റില്ല എന്ന് പറയാനോ ഉള്ള, മുമ്പൊക്കെ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പാടില്ല എന്ന തീരുമാനമാണ്. അപ്പൊ ജോയിയുടെ വിഷയം വന്ന സമയത്ത് ഞാൻ ഈ കാര്യം UDF നേതൃത്വത്തിലെ ഘടകകക്ഷികളിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊറ്റ വാക്കി പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ പറയാം, അല്ലാതെ ഞങ്ങൾക്ക് കയറി പറയാൻ പറ്റില്ല, അത് ഞങ്ങളൊരു പൊതു തീരുമാനമാണ്. അങ്ങനെ ആ തരത്തിലൊരു അഭിപ്രായ സ്വരൂപണം നടത്തിയപ്പോ ലീഗിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവിടെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് പാണക്കാട് തങ്ങൾ സാദിഖ് അലി തങ്ങളുടെ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ ജയിപ്പിക്കും, ഞാൻ ഇപ്പൊ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഞാൻ പിണറായി അഹങ്കാരം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് ബേസിലാണ് അദ്ദേഹം കാണിക്കുന്നത് ഈ പറയുന്ന ഈ അഹങ്കാരം. ഒരാളില്ലെങ്കിലും ഞാൻ ഇതിനെ ജയിപ്പിക്കുന്നു. അപ്പൊ പുതിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടീം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലമുതിർന്ന മുഴുവൻ നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തു. ഒരു വാക്ക് പോലും ഉച്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ കളഞ്ഞു. പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഉണ്ടോ? വസ്തുത അതല്ലേ. മലയോര കുടിയേറ്റ കർഷകരായിരുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നട്ടല്. അത് പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്തില്ലേ. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ ഹരിത MLA-മാരുടെ ലീഡറായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ്. മലയോരത്ത് അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കാൻ വയ്യ, ഞാൻ അനുഭവിച്ചതാ. ആ കർഷകരാണ് ഇവിടെ ഈ വിഷയം നേരിടുന്നത്. ആ കർഷകരുടെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ പ്രതിപക്ഷ നേതാവിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. പിന്നെ ഈ അഹങ്കാരം വെച്ച് നടക്കുകയാണ്. പിന്നെ എവിടുന്നാ വോട്ട്? ആരാണ് വോട്ട് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം.